ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിന്ന്. തൈരിൻ്റെ തണുപ്പും സ്നാക്കിൻ്റെ സ്പൈസി ഫ്ലേവറും ചേർന്നിട്ടുള്ള നല്ല സ്വാദുള്ള വിഭവമാണ്. നമ്മളൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ചുറ്റുമുള്ള ഇലകളൊക്കെ മാറ്റിയിട്ട് വേണം മുറിച്ചെടുക്കാൻ. ഇനി ഏറ്റവും ഉള്ളിലത്തെ ഇലകളും കൂടെ ഒന്ന് ഒടിച്ചു കളയാം. എതിലുകൾ ഇങ്ങനെ മുറിച്ചെടുക്കാം. വേഗം വേഗം അടർന്നു പോകുന്നുള്ളൂ. ഇനി പൂ മാത്രം ഒരുപാട് വലുപ്പത്തിലല്ലാണ്ട് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് കഴുകിയെടുത്തിട്ടേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ പാകം വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. ഇത് മുഴുവനും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഇത്തിരി ഉപ്പും വിനാഗിരി ഒഴിച്ചിട്ട് കോളിഫ്ലവർ ഇട്ട് വയ്ക്കണം കുറച്ച് നേരം. ഈ കോളിഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോളും അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ. ഫ്രഷ് കോളിഫ്ലവർ ആണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഏകദേശം ഇത്ര വലുപ്പം തന്നെ മതി. ഇനി ഇത് വെള്ളത്തിൽ മുക്കി വയ്ക്കാം. ഉപ്പിടാം. ഇളം ചൂടുവെള്ളം ഒഴിക്കാം. വല്ലാണ്ട് ചൂട് വേണ്ട, ഇളം ചൂട് തന്നെ മതി. ഇത് വിനീഗറാണ്. ഇത് കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഇളക്കി ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് 3-4 തവണ വെള്ളം മാറ്റി മാറ്റി കഴുകിയെടുക്കാം. ഒരു ബൗളിലേക്ക് കടലമാവ് ഇടാം. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനുപ്പ്. ഇനി കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ചെറിയ കട്ടകളൊക്കെ ഉടച്ച് മിക്സ് ചെയ്യണം. വല്ലാണ്ട് ലൂസ് ആവണ്ട, എന്നാൽ നല്ല കട്ടിയും വേണ്ട. ഈ കൈകൊണ്ട് ഫൈനൽ മിക്സിങ്. ഈ കൺസിസ്റ്റൻസിയാണ് പാകം. ഇനി കോളിഫ്ലവർ ഈ മിക്സിലേക്കിട്ട് യോജിപ്പിച്ചിട്ട് ഡിപ്പ് ചെയ്ത് വയ്ക്കാം. ഇപ്പം എല്ലായിടത്തും ആയിട്ടുണ്ട് മാവ്. ഒരു 15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട തൈര് എടുക്കാം. പുളിയില്ലാത്ത കട്ട തൈരാണ്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവില്ല അധികം, കടിക്കുമ്പോഴും വല്ലാണ്ട് എരിയാത്ത തരത്തിലുള്ള മുളക് മതി. ചെറുതായി നുറുക്കിയിടാം. തീരെ കനം വേണ്ട. കഴിക്കുമ്പോൾ മാറ്റിവെക്കാണ്ട് കഴിക്കാൻ പറ്റണം. 1/2 കിലോ കോളിഫ്ലവറാണ് നമ്മൾ എടുത്തേക്കണേ. അപ്പോൾ 4 പച്ചമുളക് ധാരാളമാണ്. ഇനി 3 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തേക്കണേ. ഇതും കനം കുറച്ച് ചെറുതായിട്ട് അരിയാം. ഇതിൽ ജിഞ്ചർ പേസ്റ്റ് ഇട്ടാൽ ഇങ്ങനെ ടേസ്റ്റ് കിട്ടില്ല. കോളിഫ്ലവറും തൈരും ഒക്കെ കൂടി കഴിക്കുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും കഷ്ണങ്ങളായിട്ട് ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകായി കഴിഞ്ഞു. ഇനി കുറച്ച് കറിവേപ്പില, ഒരു 3 തണ്ട് ഇടാം. ഈ തൈരിലേക്ക് വേണ്ട ഉപ്പും ചേർത്തിട്ട് യോജിപ്പിച്ച് വയ്ക്കാം. ഇത് അടച്ചു വയ്ക്കാം. ചീനച്ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാം. ഡീപ് ഫ്രൈ ആണ് വേണ്ടത്. കോളിഫ്ലവർ മസാലയിൽ ഡിപ്പ് ചെയ്ത് വെച്ചത് മുഴുവൻ വറുത്തെടുക്കണം. 2 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് തിരിച്ചിടാം. ഇത്തിരി കൂടെ വേവാനുണ്ട്. ഇപ്പോൾ ഫ്രൈ ആയി. ഇനി കോരി മാറ്റാം. അടുത്ത ട്രിപ്പ് നമുക്കിതുപോലെ വറക്കാനിടാം. ഇപ്പം എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി തൈരിൽ പച്ചമുളകും ഇഞ്ചിയും ഉപ്പും ചേർത്തതിലേക്ക് കോളിഫ്ലവർ ഫ്രൈ ചേർക്കാം. കുറച്ച് പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ സമയത്ത് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇളം പുളിയുള്ള തൈരാണ് നമ്മൾ എടുത്തേക്കണേ. സ്നാക്ക് കഴിക്കുന്ന ഫീലും കിട്ടും. അപ്പോൾ ഒരു സ്പൈസി ഫ്ലേവറും ഉണ്ടാവും. കുറച്ചും കൂടി തൈര് മുകളിലൊഴിക്കാം. ഇനി മിക്സ് ചെയ്യാം. ഇത് കുറച്ച് ഹെവി ഡിഷാണ്. വിശപ്പ് മാറുകയും ചെയ്യും. സ്നാക്കായിട്ടും കഴിക്കാം. ചൂടുകാലത്ത് തൈരും കൂടി ചേർത്ത് കഴിക്കാൻ നല്ലതുമാണ്. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. നല്ലൊരു വിഭവമായിട്ട് വേഗം കാണാം. താങ്ക് യു.